രാമൻ വനത്തിൽ പോയതിൻ്റെ ദുഃഖത്തിലാണ് ദശരഥ മഹാരാജാവ് മരിക്കാൻ തുടങ്ങുന്നത് എങ്കിലും അതിനൊരു ശാപകഥയുണ്ടെന്ന് ആ സമയത്ത് രാജാവ് പറയുന്നു. രാത്രി സമയത്ത് മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ നദീതീരത്ത് വരും. അപ്പോൾ അമ്പെയ്ത് കൊല്ലാനായി പതുങ്ങിയിരുന്നു ഞാൻ. അപ്പോൾ ഒരു മുനി അച്ഛൻ്റെയും അമ്മയുടെയും ദാഹം മാറ്റാനായി കുടത്തിൽ വെള്ളം എടുത്തു. നദിയിൽ നിന്ന് കുടത്തിലേക്ക് വെള്ളം കയറുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കൈയിൽ വെള്ളം എടുക്കുന്ന ശബ്ദം എന്ന് കരുതി അമ്പെയ്തു ഞാൻ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കരച്ചിൽ കേട്ടു. ഞാൻ ഓടി അവിടേക്ക് ചെന്ന് നോക്കി. ആനയാണെന്ന് കരുതി ചെയ്തതാണെന്നും എൻ്റെ ജീവൻ ഇപ്പോൾ തന്നെ കളയാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രാഹ്മണനല്ല, ഞാൻ വൈശ്യനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമില്ല. എൻ്റെ മാതാപിതാക്കൾ മാത്രം ക്ഷമിച്ചാൽ മതി. അവർക്ക് കണ്ണു കാണാൻ വയ്യാത്തവരാണ്. അവർക്ക് ഈ വെള്ളം കൊണ്ടുകൊടുത്തിട്ട് വിവരം പറയുക. അത് കേട്ട് വെള്ളം കൊണ്ടുവന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. നടന്ന സംഭവം അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, മകനെ ദയിപ്പിക്കാൻ ഒരു ചിത കൂട്ടിത്തരണം. അത് കേട്ട് ഞാൻ ചിത കൂട്ടി. അവർ രണ്ടുപേരും അതിൽ ചാടി മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് ആ വൃദ്ധ തപോധനൻ എന്നോട് പറഞ്ഞു, നീയും പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്ന്.